അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ 19ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് ഇബ്നു അറബി തങ്ങളുടെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട്, അതായത് ബുദ്ധിജീവികളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിട്ടുള്ള, എന്നാലോ ചിന്തിക്കാൻ പറ്റിയ നല്ല രസകരമായ ചില വിഷയങ്ങളിലേക്കാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു നമ്മളെ കൊണ്ടുപോകുന്നത്. ഇമാം ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്, വഖാല ഫിൽ ബാബി സാദിസ്, ഫുതുഹാത്തുൽ മക്കിയയിലെ 6ാമത്തെ അധ്യായത്തിൽ മഹാനവറുകൾ പറഞ്ഞു, അക്സറുൽ ഉഖലാഇ, ഭൂരിഭാഗം ബുദ്ധിജീവികളും, ഇന്ന് ബുദ്ധിജീവികളായിട്ട് വിലയിരുത്തുന്ന ആരൊക്കെ ഉണ്ടോ അവരിൽ ഭൂരിഭാഗവും, ബൽ എന്നല്ല കുല്ലുഹും, എല്ലാവരും, യഖൂലൂന, അവർ പറയുന്നു, അനിൽ ജമാദി, ജഡവസ്തുക്കളെ സംബന്ധിച്ച് അഥവാ നിർജീവമായ വസ്തുക്കളെ സംബന്ധിച്ച് അവർ പറയുന്നു, അന്നഹു ലാ യഅഖുലു, അവക്കൊന്നും ബോധമില്ല എന്ന്. കല്ല്, മുള്ള് ഇതുപോലത്തെ ജഡവസ്തുക്കളായ അഥവാ നിർജീവമായ വസ്തുക്കൾക്കൊന്നും ബോധമില്ല എന്നാണ് ബുദ്ധിജീവികൾ പറയുന്നത്. ഫവഖഫു ഇൻദ ബസരിഹിം, അവർ അവരുടെ ബാഹ്യ ദർശനത്തിൽ നിലനിന്നവരാണ്, അതനുസരിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയവരാണ്. എന്നാൽ വൽ അംറു ഇൻദനാ ലൈസ കദാലിക, നമ്മുടെ കാഴ്ചപ്പാടിൽ ആ അഭിപ്രായം ശരിയല്ല എന്നുള്ളതാണ്. നമ്മൾ അനുഭവിച്ച, കണ്ടറിഞ്ഞ, ഉൾക്കാഴ്ചയിലൂടെ മനസ്സിലാക്കിയ ഒരു അറിവനുസരിച്ച്, അല്ലെങ്കിൽ കശ്ഫിലൂടെ മനസ്സിലാക്കിയ ഒരു അറിവനുസരിച്ച്, ജമാദ്, നിർജീവമായ വസ്തുക്കൾക്ക് ബോധമില്ല എന്നുള്ള അഭിപ്രായം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. ഫഇദാ ജാഅഹും അൻ നബിയ്യിൻ, അവരുടെ അടുക്കൽ ഒരു നബിയിൽ നിന്നോ ഔ വലിയിൻ, അല്ലെങ്കിൽ ഒരു വലിയിൽ നിന്നോ ഒരു വിഷയം വന്നു. എന്താ വിഷയം? അന്ന ഹജറൻ കല്ലമഹു, കല്ല് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, ആ നബിയിനോടോ വലിയനോടോ സംസാരിച്ചിട്ടുണ്ട്. മസലൻ, അതൊരു ഉദാഹരണം. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു കല്ലിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ? ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ, എന്നെ നബിയായി നിയോഗിക്കുന്നതിന് മുമ്പ് എന്നോട് സലാം പറഞ്ഞിരുന്ന ഒരു കല്ലിനെ സംബന്ധിച്ച് എനിക്കറിയാം. ഞാൻ എന്ത്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിമ്പർ മാറ്റി സ്ഥാപിച്ചു. പുതിയ മിമ്പർ വെച്ചപ്പോൾ ഖുതുബ, പുതിയ മിമ്പറിൽ കയറി ഖുതുബ ഓതുന്ന സന്ദർഭത്തിൽ ഒരു തേങ്ങിക്കരച്ചിൽ കേട്ടു എന്ന, ഖുതുബയിൽ നിന്ന് വിരമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മിമ്പറിനോട്, അഥവാ മാറ്റിവെച്ച പഴയ മിമ്പറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? അപ്പൊ പറഞ്ഞു, ഇനി അങ്ങയുടെ ശരീരം എന്നെ സ്പർശിക്കുകയില്ലല്ലോ, ഇത്രേ കാലം എന്നിൽ ചവിട്ടിയായിരുന്നല്ലോ അങ്ങ് ഖുതുബ ഓതിയിരുന്നത്, അപ്പൊ അങ്ങയുടെ ആ ശരീര സാന്നിധ്യം ഇനി എനിക്ക് ഉണ്ടാകില്ലല്ലോ എന്ന് സങ്കടത്തോടു കൂടെയാണ് ഞാൻ കരഞ്ഞത്. അതുകൊണ്ട് സ്വർഗത്തിൽ എനിക്ക് അങ്ങയോടൊപ്പം എന്ത് ചെയ്യണം, ഇടം തരണം എന്ന് ആ മിമ്പർ, ആ ഈത്തപ്പന മട്ടിൽ ഉണ്ടാക്കിയതായ മിമ്പർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടം ബോധിപ്പിച്ചു എന്ന ചരിത്രകാരന്മാർ പറയുന്നത്. ആ സ്പോട്ടിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സ്വർഗത്തിൽ നട്ടുപിടിപ്പിച്ചു എന്നാ ചരിത്രം പറയുന്നത്. ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണം. ഇത് നമ്മളുടെ ബുദ്ധിയുടെ വിലയിരുത്തൽ കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയോ? ഇവിടെ 2 വിഷയമുള്ളത്. ഒന്ന്, ആ ഈത്തപ്പന മട്ടിൽ നിർജീവമായ വസ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിച്ചു എന്നും, ഒന്ന് സ്വർഗലോകത്തിൽ അപ്പോൾ തന്നെ അതിനെ നട്ടുപിടിപ്പിച്ചു എന്നുള്ളതും. ഈ 2 വിഷയം എങ്ങനെയാണ് ഒരു ബുദ്ധി അളവുകോലിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇല്ല. അവിടെ ബുദ്ധിക്കപ്പുറത്ത് ആത്മീയപരമായ ഒരു തുറവടി മുഖേന ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബുദ്ധിയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യൂല,
അത് ഉൾക്കൊള്ളാൻ കഴിയൂല. അതുകൊണ്ടാണ് നമ്മളെ ശൈഖുനാ റഹ്മത്തുള്ളാഹി അലൈഹി തൗഹീദ് മാലയിൽ ഒരു വരിയുണ്ട്, എന്താ? ബഹുമാന ഈമാൻ അഖൽകളെ കൊണ്ട് മണ്ണിൽ ലഭിക്കൂല തീർച്ചയാണുണ്ട്. ഈമാന് ഇനി മുത്തുനബിയിലുള്ള വിശ്വാസമാണെങ്കിലും അള്ളാഹുവിലുള്ള വിശ്വാസമാണെങ്കിലും ഏത് കാര്യവും ഇസ്ലാമിന്റെ പരിപൂർണമായതായ ഹഖീഖിയായ ഈമാൻ ഒരിക്കലും ഈ മണ്ണിൽ ബുദ്ധി കൊണ്ട് ലഭിക്കൂല. ബുദ്ധിക്കപ്പുറത്തുള്ള കശ്ഫ് കൊണ്ടേ എന്ത് ചെയ്യുള്ളൂ, ലഭിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഒരു സൂചിയുടെ ഓട്ടയിലൂടെ അള്ളാഹു തആല ഒട്ടകത്തെ കടത്താൻ കഴിവുള്ളവനാണ് എന്ന് നാം വിശ്വസിക്കണം. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. എന്നാൽ ബുദ്ധിയുടെ അളവുകോലിൽ നിന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കുമ്പോൾ ഒന്നിരിക്ക സൂര്യന്റെ ഓട്ട വലുതാകണം, അല്ലെങ്കിൽ ഒട്ടകം എന്ത് ചെയ്യണം, ചെറുതാകണം. അതേ സ്പോട്ടിൽ കടത്താൻ കഴിയോ? ഇല്ല. എന്നാ കടത്താൻ കഴിയും. എപ്പോൾ? നമുക്കൊരു ആത്മീയ തുറവടി, ഹൃദയത്തിനൊരു വിശാലത നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, നൽകപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അതിന് കഴിവുള്ളവനാണെന്ന് പറയും. ബുദ്ധിയുടെ അളവുകോലിൽ നിന്നുകൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റൂല, ഉൾക്കൊള്ളാൻ കഴിയൂല എന്ന് പറഞ്ഞതുപോലെ കല്ലുകളും മുള്ളുകളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് സലാം പറഞ്ഞിരുന്നു. കല്ല് സംസാരിച്ചിരുന്നു, മരങ്ങൾ സംസാരിച്ചിരുന്നു, നിർജീവമായ വസ്തുക്കളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ ഔലിയാക്കന്മാരോട് എന്ത് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ വല്ല വർത്തമാനവും ബുദ്ധിജീവികളായ ആളുകളുടെ അടുത്ത് എത്തി ആ നബിയിലും അതുപോലെ തന്നെ ആ വലിയിലും വിശ്വസിക്കുന്ന ഒരാളായിരിക്കെ തന്നെ അവൻ ബുദ്ധിയുടെ അളവുകോലുകൊണ്ട് അളക്കുന്ന ഒരാളാണ്, എന്നിട്ടത് വിശ്വസിക്കുന്ന ഒരാളാണ്, ബുദ്ധിമാനാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കല്ല് സംസാരിച്ചിട്ടുണ്ടല്ലോ, മരങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള സംഭവം വന്നാൽ യഖൂലൂന, ആ ബുദ്ധിജീവികൾ പറയും, ഖലഖല്ലാഹു ഫീഹിൽ ഹയാത്ത ഫീ ദാലിക്കൽ വക്തി, അത് ആ സ്പോട്ടില്, ആ സംസാരിച്ച സമയത്ത് അല്ലാഹു തആല ഹയാത്തിനെ, ഒരു ജീവനെ അല്ലാഹു തആല ആ കല്ലിൽ ഇട്ട് കൊടുത്തതാണ്. അല്ലാതെ അതിന് ബോധമുണ്ടായിട്ടൊന്നുമല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ആ സമയത്ത് ഒരു ഹയാത്ത് അല്ലാഹു തആല ഇട്ട് കൊടുത്തതാണ് എന്നാണ് സാധാരണ ഇന്ന് ബുദ്ധിജീവികളായ, ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ പറയാറ്. എന്നാൽ വൽ അമ്രു ഇൻദനാ ലൈസ കദാലിക, നമ്മളെ വീക്ഷണപ്രകാരം നമ്മൾ അനുഭവിച്ചറിഞ്ഞതനുസരിച്ച് അതും ശരിയല്ല എന്നുള്ളതാണ്. അപ്പ ഹയാത്തിട്ട് കൊടുത്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കണ്ടപ്പോൾ സലാം പറയാൻ വേണ്ടിയിട്ട് ഹയാത്തിട്ട് കൊടുത്തതാണോ? അല്ല. ഉഹുദ് പർവ്വതത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പർവ്വതം നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ ആ പർവ്വതത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെ? ആ ഉഹുദ് പർവ്വതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടുന്നാ. എപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉഹുദ് പർവ്വതത്തിന്റെ അടുത്തേക്ക് എന്ത് ചെയ്ത് പോയപ്പോൾ, ഉഹുദ് രണാങ്കണത്തിൽ യുദ്ധത്തിൽ കുത്തില മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഉഹുദ് മല കേട്ടുന്നാ. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത കേട്ടിട്ട് ഉഹുദ് മല ഇങ്ങനെ നിൽക്കുകയാണ്. മുഹമ്മദ് എന്ന് പറയുന്ന ആള് കൊല്ലപ്പെട്ടു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു. പിന്നെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വാർത്ത പിന്നെ ഉഹുദ് മല എന്ത് ചെയ്തില്ല, കേട്ടില്ല. അങ്ങനെ ഉഹുദ് മല കേൾക്കാതിരുന്നപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹും അടങ്ങുന്ന സംഘം ആ ഉഹുദ് മലയുടെ ഒരു മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഉഹുദ് മല അത് ഇങ്ങോട്ട് കാണുകയാണ്. എന്ത്? പടച്ചോനെ, കൊല്ലപ്പെട്ട മുഹമ്മദ് നബി എണീറ്റ് വരെ. മുത്തുനബിയോടാണെങ്കിൽ അമിതമായ പ്രണയത്തിൽ ലയിച്ചു നിൽക്കുന്ന ഉഹുദ് മല മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ എന്റെ മുകളിലേക്ക് കയറാൻ പോകുന്നു എന്നുള്ളത് ഉഹുദ് മല കണ്ടപ്പോൾ ഉഹുദ് മല പെടച്ചുന്നാ. എന്തിനാണ് ഉഹുദ് മല വിറച്ചത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഉഹുദ് മലയുടെ മുകളിലേക്ക് കൊല്ലപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണീറ്റ് വന്നപ്പോൾ എന്ത് ചെയ്യുക, കെട്ടിപ്പിടിക്കാൻ വേണ്ടി ചാടി എണീക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഉസ്കുൻ യാ ഉഹദ് ഫഇന്നമാ അലൈക നബിയ്യും വസിദ്ദീഖും വശഹീദാൻ. അടങ്ങണം മുഹുദേ, നിന്റെ മുകളിൽ നബിയുണ്ട്, സിദ്ദീഖുണ്ട്, ഷഹീദാകാൻ പോകുന്ന ഉമർ റളിയല്ലാഹു അൻഹും ഷഹീദാകാൻ പോകുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഉണ്ട്. കണ്ട? അപ്പൊ ഉഹുദ് മലക്ക്
അപ്പൊ ഒരു ജീവൻ ഇട്ട് കൊടുത്തതാണ് അത് മനസ്സിലാക്കാൻ എന്നാണ് ബുദ്ധിജീവികൾ പറയാറ്. എന്ന കാര്യമൊന്നും അങ്ങനെയല്ല. ബൽ മറിച്ച് സിറുൽ ഹയാത്തി സാറഫി ജമീഇൽ ആലം, ഒരു ജീവന്റെ രഹസ്യം, ഹഖ് തആലയുടെ ഒരു ജീവന്റെ രഹസ്യം സാറഫി ജമീഇൽ ആലം, ഈ മുഴുവൻ ലോകത്തിലും വ്യാപിച്ചിരിക്കുന്നുണ്ട് ഒരു ജീവന്റെ രഹസ്യം. എല്ലാറ്റിലും ഒരു ജീവന്റെ രഹസ്യമുണ്ട്. അത് വറദ, ഹദീസിലും ഖുർആനിലൊക്കെ വന്നതാണ്. അന്ന കുല്ല ഷൈഇൻ, ഹദീസിൽ വന്നിട്ടുണ്ട്, അന്ന കുല്ല ഷൈഇൻ യസ്മഉ സൗതൽ മുഅദ്ദിൻ, എല്ലാ വസ്തുക്കളും ബാങ്ക് കൊടുക്കുന്ന ആളുടെ ശബ്ദം എന്ത് ചെയ്യും? കേൾക്കും. മിൻ റത്ബിൻ വ യാബിസിൻ യഷ്ഹദു, നമ്മൾ കാണുന്ന നനവുള്ളതും ഉണങ്ങിയതുമായ ഏത് നിർജീവമായ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? മുഅദ്ദിന്റെ ശബ്ദം കേൾക്കുകയും അതിന് ഇജാബത്ത് നൽകുകയും ചെയ്യുന്നുണ്ട്. ആ ശബ്ദം കേൾക്കാറുണ്ട്. എന്നാൽ വലാ യഷ്ഹദു, അതിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ മുഅദ്ദിന്റെ ശബ്ദം ഇവര് കേൾക്കുന്നുണ്ട് എന്നുള്ളതിനെ ദർശിക്കാൻ സാധിക്കൂല. ഇല്ലാമൻ അലിമ ദാലിക അൻ കശ്ഫിൻ, കശ്ഫിലൂടെ അതിനെ മനസ്സിലാക്കിയ ആൾക്കല്ലാതെ. ലാ അൻ ഇസ്തിംബാത്തിൻ അൻ അംരിൻ, ചിന്തയിലൂടെയോ ബുദ്ധിപരമായ നിഗമനത്തിലൂടെയോ ഒരാൾക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റൂല. ആത്മീയപരമായി അതിന്റെ ഹഖീഖത്ത് മനസ്സിലാക്കിയ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലോകത്തുള്ള ഓരോ വസ്തുവിലും ഒരു ജീവന്റെ തുടിപ്പ്, ഒരു ജീവന്റെ രഹസ്യം അല്ലാഹു തആല നിക്ഷേപിച്ചിട്ടുണ്ട്. അതാണ് അവിടെ ചെയ്യുന്നത് എന്നാ. അതായത് ഇപ്പൊ സാധാരണക്കാരായ ബുദ്ധിജീവികളായ ആളുകളുടെ കാഴ്ചപ്പാട് എന്താണ്? കല്ല്, ഇതുപോലെ നിർജീവമായ വസ്തുക്കൾ എന്നിവക്ക് ബോധമില്ല എന്നുള്ളതാണ്. അവർക്ക് ബോധമില്ല. ഇനി അങ്ങനെ വല്ല നബിമാരിൽ നിന്നോ ഔലിയാക്കളിൽ നിന്നോ ഒരു കല്ല് സംസാരിച്ചതോ കല്ല് സലാം പറഞ്ഞതോ വല്ല വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പ അല്ലാഹു തആല ആ നിമിഷത്തിൽ ഒരു ഹയാത്ത്, ഒരു ജീവൻ ഇട്ടുകൊടുത്തതാണ് എന്നാണ് ഇന്ന് ഭൂരിഭാഗം ബുദ്ധിജീവികൾ, ബുദ്ധി കൊണ്ട് കാര്യം വിലയിരുത്തുന്ന ആളുകൾ വിലയിരുത്തുന്നത്. എന്നാൽ കശ്ഫിലൂടെ വിലയിരുത്തുന്ന ആളുകൾ അങ്ങനെയല്ല. ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്, ഈ നിർജീവമായ വസ്തുക്കൾക്ക് യാതൊരു ബോധവുമില്ല എന്ന ധാരണയാകുന്ന മനുഷ്യധാരണയെ മഹാനവറുകൾ ഇവിടെ ചോദ്യം ചെയ്യുകയാണ്. അവിടെയാണ് മഹാനവറുകളുടെ കാഴ്ചപ്പാട് വരുന്നത്. സിറുൽ ഹയാത്തി ഫി ജമീഇൽ ആലം, കല്ലിലും സൃഷ്ടിയിലെ ഏത് വസ്തുക്കളിലും ജീവന്റെ ഒരു രഹസ്യ സാന്നിധ്യം മുമ്പേ തന്നെ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? നിക്ഷേപിച്ചിട്ടുണ്ട്. സാധാരണ മനുഷ്യന്റെ ഈ ഇന്ദ്രിയങ്ങൾ അത് തിരിച്ചറിയുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഏതൊരു വസ്തുവും റബ്ബ് തആലാനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷെ അവരുടെ പ്രകീർത്തനം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് നിങ്ങൾക്ക് കശ്ഫില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് കശ്ഫുള്ളത് കൊണ്ട് നമ്മളത് മനസ്സിലാക്കുന്നു എന്ന് മഹാനായ ഇബ്നു അറബി തങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ബോധ്യപ്പെടുത്തി തരുന്നു, നമ്മളെ അറിയിച്ചു തരുന്നു. അതുപോലെ അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർളി വത്തയ്റു സ്വാഫാത്തിൻ, ഭൂമികളിലും ആകാശങ്ങളിലുമുള്ള ഓരോ വസ്തുക്കളും എല്ലാം, വത്തയ്റു സ്വാഫാത്തിൻ, ചിറക് നിവർത്തി പിടിച്ച് പറക്കുന്ന പക്ഷികളും, കുല്ലുൻ ഖദി അലിമ സ്വലാത്തുഹു വ തസ്ബീഹു, എല്ലാവരും ഓരോരുത്തരും തന്റെ പ്രാർത്ഥനയും അതിന്റെ പ്രകീർത്തനവും എങ്ങനെയെന്ന് അവർക്ക് നല്ലവണ്ണം എന്ത് ചെയ്യുക? അറിയാം. അവർ റബ്ബിനെ പ്രകീർത്തിക്കുന്നുണ്ട്, റബ്ബിനോട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ, അള്ളാഹ്ക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനം ശരിക്കറിയാം. അള്ളാന്റെ വിശേഷണം ആരിലൊക്കെ ഉണ്ടോ അവർക്കും അതറിയാം. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ പറയുന്നത്. അതായത് നിങ്ങൾ ബുദ്ധി കൊണ്ട് കാണുന്ന കാര്യത്തിൽ മാത്രം നിലനിൽക്കരുത്. സൃഷ്ടിയുടെ ബാഹ്യ രൂപത്തിന് പിന്നിലുള്ള ഒരു ഹഖീഖത്ത് കശ്ഫിലൂടെ തിരിച്ചറിയുമ്പോൾ അവിടെ മറ്റൊരു ജ്ഞാനം ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് ഓരോരുത്തരും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട സൃഷ്ടിയുടെ ബാഹ്യ രൂപത്തിന് അപ്പുറം കശ്ഫിലൂടെ ഈ ലോകത്ത് ഓരോ വസ്തുവിന്റെയും ഹഖീഖത്ത് എനിക്ക് ബോധ്യമായപ്പോൾ ജഡവസ്തുക്കളാകുന്ന നിർജീവമായ വസ്തുക്കളിൽ ഓരോ വസ്തുവിലും അല്ലാഹു തആല ഒരു രഹസ്യ സാന്നിധ്യം
ജീവന്റെ ഒരു തുടിപ്പ്, ജീവന്റെ ഒരു രഹസ്യ സാന്നിധ്യം മുമ്പേ തന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്, നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് കല്ലുകളും മുള്ളുകളും ഒക്കെ സലാം പറഞ്ഞതും കല്ലുകളും മുള്ളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി ബോധിപ്പിച്ചതും അതുപോലെ തന്നെ നിർജീവമായ ഈന്തപ്പന മട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്ത് ചെയ്തത്, പരാതി ബോധിപ്പിച്ചതും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കിയതും. ഇങ്ങനെ ബുദ്ധിജീവികളായ ആളുകളിൽ ഭൂരിഭാഗം ആളുകളും പറയുന്ന നിർജീവമായ വസ്തുക്കൾക്ക് ബോധമില്ല എന്ന് പറയുന്നത് അവരുടെ ബാഹ്യമായതായ കാഴ്ചയുടെ പരിധി മൂലം പറയുന്നതാണ്. ആന്തരികമായ കാഴ്ചയാകുന്ന കശ്ഫ് ഒരാളിൽ എത്തിക്കഴിഞ്ഞാൽ നിർജീവമായ വസ്തുക്കളിൽ ബോധമില്ല എന്ന അഭിപ്രായം ശരിയല്ല എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ലോകത്തുള്ള ഓരോ വസ്തുക്കളിലും ഒരു രഹസ്യ സാന്നിധ്യം മുമ്പേ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സാധാരണ മനുഷ്യധാരണയെ മഹാനവറുകൾ തന്റെ ആത്മീയപരമായ കശ്ഫിലൂടെ ചോദ്യം ചെയ്യുന്ന വലിയ ഒരു തിരിച്ചറിവും കാഴ്ചപ്പാടുമാണ് ഈ ഒരു അറിവിലൂടെ ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നത്, നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ഈ ഒരു ആന്തരികമായ ബോധതലത്തിലേക്ക് നമ്മൾ എത്തിയാൽ നമുക്കും ഇവിടെ ബോധമില്ലാത്ത ഒരു സംഗതി ഇല്ല എന്ന് മനസ്സിലാക്കാം. അതിന് നമ്മൾ ബോധവാന്മാരാകണം എന്നാണ് മഹാനായ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.